Next question is 13th question. Two equal electric currents are flowing perpendicular to each other. As shown എന്ന് പറഞ്ഞിട്ട് ഫിഗർ ഞാൻ വരച്ചിട്ടില്ല. I will draw it. ABCD ഇതുമായിട്ട് ഫിഗർ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്മാർ തന്നെയാണ്. And they are perpendicular to each other and symmetrically എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസ് 45 ഞാൻ പറഞ്ഞുതരാം. With respect to the currents with each other, when do we expect the resultant magnetic field to be zero? അതായത് രണ്ട് വയേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായല്ലോ. സോ സെയിം സിനാരിയോ നമ്മൾ നേരത്തെ വരച്ച മാതിരി തന്നെ. ഓക്കെ, ഇത് എ, ഇത് ബി. ഓക്കെ, ദേ ഹാഡ് ഗിവൻ ദ ഫിഗർ. ഐ ഡിഡ്ന്റ് ഡ്രോ ഇറ്റ് earlier. ഓക്കെ, ആൻഡ് സി ടി, റൈറ്റ്. ദിസ് ഇസ് ദ കോമൺ പോയിന്റ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനൊരു അലൈൻമെൻ്റ് ഉണ്ട്. രണ്ട് കറണ്ട് ക്യാരിയും വയേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞില്ല. ഇത് ഒരു വയറ്, വേറൊരു വയർ, ഇത് രണ്ടിടത്തും ഒഴുകുന്ന ഒരേ കറണ്ടാണ്. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഈ ഫിഗറിൽ ഏത് പോയിന്റിൽ ഏത് ഇവിടെ ആരോ ഇട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് ഡബിൾ ആരോ ആക്കാം. അതായത് ഏത് ലൈനിൽ കൂടുതലുള്ള സെക്ഷനിൽ കൂടുതലാണ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആവുന്നതെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് കുറേ എന്ത് ചെയ്യേണ്ടി വരും? കൈയിൻ്റെ തമ്പ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആരോ ഒന്നും എന്തിൻ്റെ അല്ല, കറണ്ടിൻ്റെ അല്ല കേട്ടോ. എ ബി എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ആണ്. അതേമാതിരി സി ഡി എന്നൊരു സെഗ്മെൻറ്റ് യൂസ് ചെയ്തത്. കറണ്ട് ക്യാരിങ് ഇതാണ്. അപ്പോൾ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇത് 1 ഫസ്റ്റ് വയർ, സെക്കൻഡ് വയർ. ഇത് കൂടെയാണ് കറണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വയർ നോക്കാം. ഹൊറിസോണ്ടൽ വയർ എടുക്കാം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ അല്ലേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ തമ്പിൻ്റെ ബാക്കിയുള്ള ഫിംഗേഴ്സ് താഴോട്ട് ഇവിടെ ഈ എല്ലാ സെക്ഷനും, അതായത് ബിലോ പൊസിഷനിൽ മുഴുവൻ ഇൻ2 ആണ്. സോ ഞാൻ ഇവിടെ ക്രോസ് ഇടട്ടെ. ഇവിടെ ക്രോസ് ഇട്ടു, ഇവിടെ ക്രോസ് ഇട്ടു, ഇവിടെ ക്രോസ് ഇട്ടു അല്ലേ. അപ്പോൾ താഴത്തെ പൊസിഷൻ്റെ മുഴുവൻ താഴേക്ക് താഴോട്ടാണെങ്കിൽ മുകളിലൊക്കെ എന്തായിരിക്കും? വട്ടം. ഇവിടെ വട്ടം അല്ലേ. ഈ ഇതൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് വേറെ കളർ ഇടാം. അപ്പോൾ ഈ ഫസ്റ്റ് സെഗ്മെൻറ്റ് കാരണമുള്ളത് ഇങ്ങനെ. ഇനി നമുക്ക് സെക്കൻഡ് കറണ്ട് അതേമാതിരി കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് പിടിച്ച് ഫിംഗേഴ്സൊക്കെ എന്താ താഴോട്ട്, ഏത് ഈ ഭാഗത്തല്ലേ റൈറ്റിലൊക്കെ ഈ കറണ്ട് കാര്യം കാരണം എന്താ ഇൻ2 ആണ്. ഇൻ2നെ നമുക്ക് എന്ത് ചെയ്യുക? ക്രോസ്, റൈറ്റ്. ഇവിടെയും ക്രോസ്, 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 റൈറ്റ്. ക്ലിയർ ഉണ്ടോ? ഇവിടെ ഇൻ2 ആണെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും? ഔട്ട് ഉണ്ടാവും അല്ലേ. ഔട്ട്, 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 ഔട്ട്. ക്ലിയർ. അപ്പോൾ മഞ്ഞൊക്കെ രണ്ടാമത്തേനും ബ്ലൂ കളറായിട്ട് മാർക്ക് ചെയ്തതിലൊക്കെ ഒന്നാമത്തേൻ്റെ. ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ രണ്ട് സ്ഥലത്തും കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഏത്? ഈ ഭാഗത്ത് രണ്ടിടത്തും എന്താ? ഇറ്റ് ഈസ് ബോത്ത് ഇൻ ടു. പക്ഷെ ഇവിടെ രണ്ടും ഒപ്പോസിറ്റ് ഉണ്ട്, ഇവിടെ രണ്ടും ഒപ്പോസിറ്റ് ഉണ്ട്. ഈ സെക്ഷൻ രണ്ടും ഒരേ ഡയറക്ഷൻ, ഒപ്പോസ്. അപ്പോൾ എനിക്ക് ഒന്ന് വേറെ കാര്യമുണ്ട്. അപ്പോൾ എ ബിൻ്റെ സെഗ്മെൻറ്റിൻ്റെ അവിടെ അല്ലേ രണ്ടും ഒപ്പോസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് വരുന്നുള്ളൂ അല്ലേ. അതായത് ഇവിടെ രണ്ടും നെഗറ്റീവ്. എന്തുകൊണ്ടാണ്? രണ്ടിടത്തുള്ള കറണ്ടും എന്താ? സെയിം ആണ് അല്ലേ. സോ സെയിം കറണ്ട് ആണെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സെയിം ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ കവർ ചെയ്യണം ഇവിടെ നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു സ്ഥലത്ത് ക്രോസ് ഇൻ2 ഒരേ സമയം അതേമാതിരത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ക്യാൻസൽ ചെയ്യും. അപ്പോൾ എ ബി എന്ന സെഗ്മെൻറ്റിൽ കൂടെ അല്ലെങ്കിൽ എ ബി എന്ന ഈ സെക്ഷനിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0. ക്ലിയർ ആവുണ്ടല്ലോ, റൈറ്റ്. So let's move on to the next question, guys. 14th one. So you are given a current loop consists of two identical semicircular parts, each of radius r, one lying in xy plane and the other in xz plane. If current in the loop is I, the resultant magnetic field due to semicircular parts as their common center. നിങ്ങൾക്ക് രണ്ട് സെമിസർക്കുലർ വയർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ വയറും ഒരെണ്ണം XY പ്ലെയിനിലാണെങ്കിൽ ഒരെണ്ണം XZ പ്ലെയിനിലാണ്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ കിടന്ന് കിടക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണമാണെങ്കിൽ കാരണം ഉണ്ടാകുന്ന നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ക്ലിയർ ആവുണ്ടല്ലോ. ഇത് രണ്ടും ഒരുമിച്ചിട്ടും വരച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിക്കും അത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആവുണ്ടല്ലോ. ഫസ്റ്റ് നമുക്ക് എല്ലാം പ്ലെയിൻ ഒരുമിച്ചിട്ടിട്ട് നോക്കാം. അതായത് സേ ദിസ് ഇസ് യുവർ വൈ, ദിസ് ഇസ് യുവർ എക്സ് ആൻഡ് ദിസ് ഇസ് യുവർ സെറ്റ്, റൈറ്റ്. ഒരെണ്ണം എന്താ നിങ്ങളോട് XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെമി സർക്കിളായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, കിടന്ന് കിടക്കണം, റൈറ്റ്. ഒരെണ്ണം നിങ്ങളോട് XZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്.
റൈറ്റ് ഇങ്ങനെ സി ക്ലിയർ ആവണ്ടോ? ഇതിൽ ഒത്തിരി മനസ്സിലാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് നിങ്ങൾ രണ്ട് ബുക്കിനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ബുക്ക് ഇങ്ങനെയാണ്, ഒരെണ്ണം ബുക്ക് കണ്ട ഇങ്ങനെ ക്ലിയർ ലൈക്ക് ദിസ് റൈറ്റ്. ഉദ്ദേശിച്ചതാണ് ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം നേരെ കിടക്കണം. ക്ലിയർ? നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യത്തത് മാത്രം എടുക്കാം. ആദ്യത്തത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ ലെറ്റ്സ് സേ വൈ എക്സ് പ്ലെയിൻ അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ്റെ. അപ്പോൾ ഇത് ഒന്നും കൂടി വരയ്ക്കുകയാണ് കേട്ടോ. വൈ എക്സ് ഇതിന് ഞാൻ കെടുത്തി വരയ്ക്കുകയാണ്. റൈറ്റ് ആൻഡ് ദ റേഡിയസസ് ആർ. അപ്പോൾ ഇതും ആറായിരിക്കും, ഇതൊക്കെ ആറ് എന്നായിരിക്കും. കാറിൻ്റെ ഡയറക്ഷൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ആസ് എ ഡിറക്ഷൻ. റൈറ്റ്, ഈ ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? അപ്വേർഡ്സ് ആയിരിക്കും അല്ലേ? സോ ഇത് B1 ആണ് വിചാരിക്കും. B1 ഡയറക്ഷൻ എന്താ? ഇസ് ഡിറക്ഷൻ ആണല്ലോ. ക്ലിയർ? റൈറ്റ്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് എന്താ? ഒന്നുകൂടി വരയ്ക്കുകയാണ് കേട്ടോ. സെഡ് എക്സ് ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നാണ് പറയണത്. ഇതിൽ സെയിം ഡിറക്ഷനിൽ കറണ്ട് എടുക്കാം. സോ ഇത് വൈ ആയിരുന്നില്ലേ, അതവിടെ എടുക്കട്ടെ. റൈറ്റ്, നൗ ഈ ഡയറക്ഷനിലാണ് കറണ്ട് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താ? നമ്മുടെ ഫേസിലേക്കാണല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. സോ B2 എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷനാണ്? മൈനസ് വൈ ഡയറക്ഷനിലാണ്. സോ B2 ഇസ് ഇൻ മൈനസ് വൈ ഡയറക്ഷൻ. ക്ലിയർ ആവുന്ന ചോദിക്കുന്നത്. അപ്പോൾ B1ഉം B2ഉം എങ്ങനെയാണ് നമുക്ക് എടുത്താണെങ്കിൽ നോക്കി, ഒരെണ്ണം മുകളിലോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും അല്ലേ, 90 ഡിഗ്രിയിലല്ലേ ഇരിക്കുന്നത്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സെയിം വാല്യൂ അല്ലേ, എല്ലാത്തിൻ്റെയും റേഡിയസ് 6 അല്ലേ. അപ്പോൾ ഐ ക്യാൻ സേ ഒരു സെമി സർക്കിൾ കാരണമുള്ള ബി നെറ്റ് എന്തായിരിക്കും വരിക? അത് ഓർമ്മ ഉണ്ടോ? ബി നെറ്റ് അല്ല, ബി മാഗ്നറ്റിക് ഫീൽഡ് എന്താ? μ0I/2r ഡിവൈഡ് ബൈ 2 ഹാഫല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് μ0I/4r അല്ലേ. ഈ രണ്ട് റിങ്ങുകളും ഒരേ ടൈപ്പ് സ്ട്രക്ചറാണ്, ഒരേ റേഡിയസ് ആണ്, ഒരേ മാഗ്നറ്റിക് ഫീൽഡ് ഒരേ കറണ്ടാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സെയിം. അപ്പം നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അതെന്തുകൊണ്ട്? ഒരെണ്ണം Z ഡിറക്ഷനിലും ഒരെണ്ണം Y ഡിറക്ഷൻ, മൈനസ് വൈ ആണെങ്കിലും മോഡുലസ് ആയിട്ട് എടുക്കുക. ഇറ്റ് ഇസ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സം ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് B1² പ്ലസ് B2². രണ്ടെണ്ണത്തിൻ്റെ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് √2B ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ സെയിം. ഈ ബീൻ്റെ സ്ഥലത്ത് ഞാൻ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? μ0I/4r. √2 4r കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് നൗ ദ ബി നെറ്റ് ഈസ് μ0I/2 √2r. ദാറ്റ്സ് യുവർ ആൻസർ. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കണു അല്ലേ. ഇനി അതേമാതിരി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A closely wound solenoid of 2000 turns and area of cross section 1.5 into 10 to the power minus 4 meters square carries a 2 ampere current. It is suspended through its center and perpendicular to its length, allowing it to turn in a torsional horizontal plane in a uniform magnetic field 5 into 10 to the power minus 2 Tesla, making an angle 30 degree with the axis of the solenoid. Torque of the solenoid is. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളതിൻ്റെ സോളിനോയിഡ് ഉണ്ട്, അതിന് 2000 ടേൺസ് ഉണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. ആ സോളിനോയിഡ് കൂടെ 2 ആംപിയർ കറണ്ട് വന്നിട്ടുണ്ടെന്ന് വയ്ക്കണം. ഇനി അതിനെ തൂക്കിയിട്ടിരിക്കുകയാണ് അല്ലേ. തൂക്കിയിട്ടിരിക്കുന്ന എന്തിനെ? ഒരു വേറൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. എത്ര മാഗ്നറ്റിക് ഫീൽഡിലാണ്? 5 into 10 to the power minus 2 ടെസ്ലയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ കറക്കി വെച്ചിരിക്കുന്നത്? 30 ഡിഗ്രി വെച്ചിട്ട് അത് കറങ്ങുകയാണെന്ന്. കറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എത്ര ടോർക്കാണെന്നാണ് ചോദ്യം. ക്ലിയർ? അപ്പോൾ ഈ സോളിനോയിഡ് നിങ്ങൾ സാധാരണ രീതിയിൽ ഒരൊറ്റ കോയിൻ്റെ ടേൺസ് വെച്ചിട്ട് എടുക്കണില്ലേ. അപ്പോൾ ആ നമ്പർ ഓഫ് കോയിലിൻ്റെ ടേൺസും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. വാട്ട് ഇസ് എ ടോർക്സ് ഇക്വേഷൻ ഫോർ എനി കോയിൽ or any coil തന്നെ എടുക്കാം in an external magnetic field. 15th answer, torque is equal to M cross B അല്ലേ. or I will say MB sin theta. തീറ്റ നമുക്ക് എത്രയാണെന്ന് തോന്നുന്നുണ്ട്? 30 ഡിഗ്രി. അപ്പോൾ എം പക്ഷെ അങ്ങനെ തന്നെ തന്നിട്ടില്ല. പക്ഷേ എമ്മിനെ നമുക്ക് വേറെ ഫോമിൽ എഴുതാം. NIA റൈറ്റ് AB സൈൻ തീറ്റ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് ടേൺസ് എത്ര വന്നിട്ടുണ്ട്? 2000 എന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ ഏരിയ ഓഫ് തന്നിട്ടുള്ളത്? ഹൗ മച്ച് ഇസ് ദ ഏരിയ വിച്ച് ഇസ് ഗിവൺ?
1.5 into 10 to power minus 4 എന്നിട്ടുണ്ട്. What is the external field where it is placed? 5 into 10 to power minus 2. Sin theta എത്രയുണ്ട്? Sin 30 degree, that is 1/2. You will get the answer as 1.5 into 10 to power minus 2 Newton meter. ഇനി കാൽക്കുലേഷൻ നിങ്ങളുടെ കയ്യിൽ എളുപ്പമായിരിക്കും കേട്ടോ. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. റൈറ്റ്. Now let's move on to the next question. അടുത്ത നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറഞ്ഞിട്ടുള്ളത്? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ ഓഫ് ചാർജ്. അപ്പോൾ ക്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് -2 മൈക്രോകൂളം ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 2 ടെസ്ല ആക്ടിങ് ഇൻ വൈ ഡിറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് 2 ടെസ്ല വൈ ഡിറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ദ പാർട്ടിക്കിൾ വെലോസിറ്റി ഈസ് ഗിവൺ with 2i plus 3j cap into 10 to power 6 meter per second. Velocity അല്ല, സ്ക്വയർ വലിയടാ, മീറ്റർ പെർ സെക്കൻഡ് ഈസ്. അപ്പോൾ നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫോഴ്സാണ്. ചാർജ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാമെന്നുള്ള F is equal to Q into V cross B അല്ലേ? അപ്പോൾ നമുക്ക് 16th ആൻസർ നോക്കാം. F is equal to Q into V cross B. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ക്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? -2 into 10 to power minus 6 മൈക്രോ അല്ലേ. വി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 2i plus 3j 10 to power 6 അല്ലേ. ക്രോസ് എന്ത് ചെയ്യണ്ടേ? നിങ്ങളോട് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ വിച്ച് ഡിറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വൈ ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതേണ്ടി? ജെ ക്യാപ്പ് അല്ലേ. ഇനി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യും? ഐ ജെ കെ. ഇനി ബീൻ്റെ അവിടെ എന്താ? 2, ജീൻ്റെ അവിടെ 3, കെൻ്റെ അവിടെ ഒന്നുമില്ല, അപ്പോൾ 0. ബീൻ്റെ സ്ഥലത്ത് എന്താ? ജെന് മാത്രമുള്ള വാല്യൂസ്, ബാക്കിയൊക്കെ 0 അല്ലേ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഐ ക്യാപ്പിൻ്റെ കൂടെ അല്ലേ 3 into 0 0 റൈറ്റ്. ജെൻ്റെ അവിടെ -j എഴുതണം. എന്ത്? 0 എന്നല്ലേ വരിക. ദെൻ കെൻ്റെ അവിടെ എന്താ വരിക? കെ ക്യാപ്പ് റൈറ്റ്. 4 minus 0 so 4. So answer is 4k cap ആണ് എന്ത്? ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഭാഗം മാത്രം. So substituting the value Q ഇട്ട് കഴിഞ്ഞാൽ -2 into 10 to power minus 6 4k cap. So you will get -8. 4k capൻ്റെ ഇവിടെ ഒരു 10 to power 6 ഇല്ലേ, അത് ഞാൻ വിട്ടുപോയി. So 10 to power 6 എടുക്കുമ്പോൾ 10 to power minus 6 10 to power 6 പോയി. So it is -8 Newton അല്ലേ. 8 Newton k cap. കെ ക്യാപ്പിൻ്റെ അർത്ഥം എന്താ? എന്ത് ഡയറക്ഷനിലാണ്? Z ഡയറക്ഷനിൽ. സോ ദ നെറ്റ് ഫോഴ്സ് ഇസ് 8 Newton or -8 Newton in Z direction. ക്ലിയർ ആവുണ്ടല്ലോ? കാൽക്കുലേഷൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ക്ലിയർ ആവുന്നതിന് now we'll do the 17th question. ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് a closed loop ആണ്. And you are asked a PQRS on a closed loop and carrying current I is placed in a uniform magnetic field. Force on QP. നിങ്ങളോട് ഈ QP എന്ന സെക്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എൻറ്റിറ്റിയാണ്. 3 ഫോഴ്സസ് വന്നിട്ടുണ്ട്. പി ക്യൂൻ്റെ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് വളരെ സിമ്പിളാണ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ്. ഇത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കേണ്ടതെന്നല്ലേ പറയുന്നത്. എനി ലൂപ്പ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെൻ ഇറ്റ് ഇസ് പ്ലേസ് ഇറ്റ് എക്സ്പീരിയൻസ് നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ടോർക്കാണ് അനുഭവപ്പെടുക ഒരു കോയിൽ അല്ലേ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F നെറ്റ് എന്താണ്? 0 ആണ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ഇത് സപ്പോസ് പി ക്യൂ കൂടുതലുള്ള ഫോഴ്സ് F ആണെന്ന് വിചാരിക്കുക. ഇതൊന്നെങ്കിൽ വെക്ടോറിയൽ റിസപ്രഷനിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ സിമ്പിൾ ടേംസിൽ നമുക്ക് നോക്കാം കേട്ടോ. സപ്പോസ് ഞാൻ പറയുകയാണെങ്കിൽ F3 വലുതാണെന്ന് വിചാരിച്ചു വെറുതെ. അപ്പോൾ ഞാനിതിനെ വെക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ F3 ഇപ്പോൾ ഇതിൻ്റെ ഈ ഡയറക്ഷൻ എന്ത് വരും? F3 - F1 അല്ലേ. എന്നാൽ താഴോട്ട് എന്താ വരിക? F2 അല്ലേ. ഇവർ കാരണമുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ വരിക? F നെറ്റ് അല്ലേ. അപ്പോൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കിയേ അല്ലേ. ഇവർ 3 കാരണമുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ വരുന്നതാണെങ്കിൽ പി ക്യൂൻ്റെ അവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിലല്ല ഉണ്ടാവുക. നല്ല നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. എന്നോട് ശ്രദ്ധിച്ചേ, ഈ 3 ആൾക്കാരുടെ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്താലേ മൊത്തം കോയിലുള്ള ഫോഴ്സ് 0 ആവുള്ളൂ. സോ ഇവിടെ നിന്നുള്ള F നെറ്റ് എങ്ങനെ വരിക? സിമ്പിൾ അല്ലേ. F നെറ്റ് ഇസ് ഈക്വൽ ടു √(f
F2 square plus F3 minus F1 square. ഇതാണ് ഒരു മിനിറ്റിനോട് സോൾവ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. നിങ്ങളുടെ ഒരു ഷോർട്ട് മാഗ്നറ്റിക് ഡൈപോൾ തന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇസ് പ്ലേസ്ഡ് അറ്റ് ഒറിജിൻ വിത്ത് ഇറ്റ്സ് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്റ്റഡ് അലോങ് x ആക്സിസ്. ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ആർ 0 പൊസിഷൻ തന്നിട്ടുണ്ട് is b I cap, the magnetic field at 0 2 r will be. അപ്പോൾ ഫിഗർ വരയ്ക്കണം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു കോയിലാണ്, കറണ്ട് ക്യാരിങ് കോയിലല്ലേ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരെണ്ണത്തിൻ്റെ ബി ഐൻ്റെ പൊസിഷൻ R0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡയറക്ഷനിലല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് പി ആണ്, നല്ല R0. അപ്പോൾ ഈ ഡിസ്റ്റൻസ് R. ക്ലിയർ ആവുകൊണ്ട് വിചാരിക്കുന്നത് ആണുണ്ടോ? റൈറ്റ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വന്നിട്ടുള്ളത് അല്ലേ. ഈ ഡയറക്ഷനിൽ ബി ഐ ക്യാപ്പ്. അതുകൊണ്ടാണ് കറണ്ട് ഡയറക്ഷൻ നമ്മൾ എടുത്തട്ടോ. എന്നാലും ഇങ്ങനെ കറങ്ങണം, എന്നാലും മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് നോക്കി ഈ ഡയറക്ഷനിൽ കറങ്ങിയാലേ തമ്പ് ഈ ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. റൈറ്റ്. സോ ദിസ് ഇസ് യുവർ ബി ഐ ക്യാപ്പ്. അപ്പോൾ ഇത് ആക്സിയൽ പോയിൻ്റാണെന്ന് മനസ്സിലായല്ലോ. റൈറ്റ്. അപ്പോൾ ആക്സിയൽ പോയിൻ്റ് ഇത്. അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്? ബി അറ്റ് 0 2 r. 2 r എന്ന് പറയണം, 0 2 r എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ, വൈയിൽ. സോ ദിസ് ഇസ് യുവർ 0 2 r ആൻഡ് ദിസ് ഇസ് യുവർ പോയിന്റ് സേ ക്യൂ. അപ്പോൾ ഈ ക്യൂവിൻ്റെ പൊസിഷൻ എന്താണോ? ആക്സിയലാണ്, ഇക്വിറ്റോറിയലാണ്. ഇക്വിറ്റോറിയൽ അല്ലേ. ഇക്വിറ്റോറിയലിലെ നെഗറ്റീവ് വാല്യൂ ആണെന്ന് ഓർമ്മ ഉണ്ടാവണം അല്ലേ. നെഗറ്റീവ് ആണ്. മൈനസ് ഒരു μ0/4π മൈനസ് m/r എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന r ക്യൂബ് എന്ന് അല്ലെങ്കിൽ x ക്യൂബ് എന്ന്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഈ ഡയറക്ഷനിലാണ് വരേണ്ടത്. ക്ലിയർ. സോ ഇത് ബി ഐ ക്യാപ്പ് ആണെങ്കിൽ ഇത് മൈനസ് ബി ഐ ക്യാപ്പിലായിരിക്കും. വാല്യൂ സെയിം അല്ല കേട്ടോ, ഞാൻ പറയുന്നത് ഡയറക്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പീൻ്റെ കേസ് പറയുന്നത് ബി അറ്റ് പി വിൽ ബി ഈക്വൽ ടു എന്തെന്ന് എഴുതുക ഇക്വേഷൻ ദാറ്റ് ഇസ് അറ്റ് ആക്സിയൽ അല്ലേ. അപ്പോൾ μ0/4π 2m/x ക്യൂബ് ഇവിടെ എത്ര വരിക? r ക്യൂബ് അല്ലേ. എന്നാൽ ബി ക്യൂ ഇക്വിറ്റോറിയൽ അല്ലേ. μ0/4π m/x ക്യൂബാണ് അല്ലേ. അപ്പോൾ m/x ഇവിടെ എത്ര? 2r അല്ലേ. സോ 2r ഹോൾ ക്യൂബ്. റൈറ്റ്. സോ എത്ര വരിക? μ0/4π m/8r ക്യൂബ് എന്ന് വരും അല്ലേ. സോ വാട്ട് ഇസ് BP/BQ? BP/BQ എത്ര വരിക? ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 16 വരും അല്ലേ. 8 ഇല്ലേ. 8 × 2 16. Or I can say BQ is equal to 1/16 of B അല്ലേ. BP ബി ഐ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ. സോ BQ എന്തായിരിക്കും? മൈനസ് അല്ലേ. മൈനസ് എന്തുകൊണ്ടാണ്? ഡയറക്ഷൻ 1/16 ബി ഐ ക്യാപ്പ്. ക്ലിയർ ആവുകൊണ്ട് വിചാരിക്കണേ. കണ്ടോ? Clear? It is very easy to understand if you understood the logic. Clear?